ഹർഷ, കൊച്ചിയിൽ നിന്ന് ഇന്ന് നമ്മൾ കേട്ട വാർത്ത വളരെ ഞെട്ടിക്കുന്നതായിരുന്നു. ഒരു പെൺകുട്ടി സ്വന്തം അമ്മയെ കമ്പിപ്പാര കൊണ്ട് തല്ലി വാരിയിൽ ഒടിച്ചു എന്ന വാർത്തയാണ് നമ്മൾ കേട്ടത്. ആ പെൺകുട്ടി ഇത് ചെയ്തതിന് കാരണം എന്ത് കാരണവും ആയിക്കോട്ടെ, പക്ഷെ ഇവർ ചെയ്തതിന് കാരണം എന്ന് പറയുന്നത് ഫേസ് ക്രീം മാറ്റിവെച്ചു എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ കേരളം ഇത് എങ്ങോട്ടാണെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഒരു സ്വന്തം അമ്മയെ മർദ്ദിക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. പെൺകുട്ടികളെന്നല്ല, ഏതൊരു വ്യക്തിയായാലും മർദ്ദിക്കുന്നു, ഉപദ്രവിക്കുന്നു, അതും ചെറിയ ചെറിയ കാരണങ്ങൾക്ക്. എവിടെയാണ് ഈ സമൂഹത്തിന്റെ പോക്ക്? ഇവിടെ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപ് ഇതുപോലെ തന്നെ കേരളത്തിന്റെ മനസാക്ഷി ഞെട്ടിച്ച ഒരു കൊലപാതകമല്ല, ഒരു കൂട്ടം കൊലപാതകം അഫാന്റേതുണ്ടായിരുന്നു. നമ്മൾ പലപ്പോഴും അത് പല ചർച്ചകളിൽ നമ്മൾ അതിനെ കുറിച്ച് എടുത്തു പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഒരു യുവാവ് തന്നെ ഇത്തരത്തിൽ തന്റെ കുടുംബത്തിലെ എല്ലാവരെയും, അച്ഛനെ ഒഴികെയുള്ള ബാക്കി എല്ലാവരെയും ഉപദ്രവിക്കുന്നു, അമ്മൂമ്മയെ കൊന്നുകളയുന്നു. ഇത്രയും ക്രൂരമായ ഒരു കൊലപാതകം, അതെ, കൊലപ്പെടുത്തിയ ഒരു സാഹചര്യം നമ്മൾ കണ്ടിരുന്നു. അന്ന് നമ്മൾ ചോദിച്ചു ഈ കേരളം ഇതെങ്ങോട്ടാണ്. അതിന് പിന്നിലെ ഉത്തരമായി നമ്മൾ കണ്ടത് രാസലഹരിയുടെ ഉപയോഗമാണ്. ആ ഒരു ലഹരി ഉപയോഗിച്ചത് കൊണ്ട് മാനസികമായി, അതായത് ലോകത്തില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ശരീരം ഇവിടെയാണ്, പക്ഷെ മനസ്സ് ഇവിടെയല്ല, അല്ലെങ്കിൽ ചിന്താഗതികളെല്ലാം വേറെ ഒരു ലോകത്തേക്ക് പോയിക്കുന്നു. അതാണ് അഫാന്റെ കാര്യത്തിൽ നടന്നിട്ടുള്ളത്. ഇവിടെയും അത് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു ഫേസ് ക്രീം മാറ്റി വെച്ച് നമ്മുടെയൊക്കെ വീട്ടിൽ, ഇപ്പൊ മേഘയുടെ വീട്ടിലാണെങ്കിലും എന്റെ വീട്ടിലാണെങ്കിലും നമ്മൾ വെക്കുന്ന സാധനങ്ങള്, ഇപ്പൊ നമ്മൾ ഉപയോഗിച്ച സാധനങ്ങളെല്ലാം തന്നെയും പിന്നെ നമ്മൾ എടുത്തോടത്തായിരിക്കില്ല എന്തായാലും വെക്കുന്നത്. നമ്മുടെയൊക്കെ സ്വഭാവം അനുസരിച്ച് എവിടെയെങ്കിലും വെച്ചിട്ട് പോകും. പിന്നീട് അത് നമ്മുടെ അമ്മമാരെടുത്ത് എവിടെയെങ്കിലും ഒരു ഒതുക്കത്തിൽ എവിടെയെങ്കിലും വെക്കും. നമ്മൾ ചോദിക്കുമ്പോൾ അത് എടുത്തു കൊണ്ടുവന്ന് തരും. പക്ഷെ അതൊക്കെ കാണുന്നില്ല എന്ന് പറയുമ്പോൾ, അതെവിടെ പോയി എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് തല്ല് കിട്ടുന്നതാണ് പതിവ്. വെച്ചെടുത്ത് നോക്കണം, അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ എവിടെയെങ്കിലും നേരൊക്കെ വെക്കണം. പക്ഷെ ഇവിടെ അമ്മ കൊണ്ടുപോയി വെച്ചു എന്ന് പറഞ്ഞ അമ്മയെ ഉപദ്രവിക്കുന്ന ഒരു മകള്. എന്റെ വീട്ടിലൊക്കെ ആണെങ്കിൽ ഞങ്ങളുടെ വീട്ടിലെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വെച്ചാൽ അമ്മ ആർക്കെങ്കിലും കസിൻസിനൊക്കെ എടുത്തു കൊടുക്കും. എൻ്റെ ഒരു ക്രീമോ അല്ലെങ്കിൽ മാലയോ കമ്മലോ എന്തെങ്കിലുമൊക്കെ കാണാതെ പോയാൽ അത് ഞാൻ അവക്ക് കൊടുത്തു, ഇത്രയേ ഉള്ളൂ, അത് കഴിഞ്ഞു. ഇതാണ് വീട്ടിലെ സാധാരണ സാഹചര്യം. സാധാരണ എനിക്ക് തോന്നുന്നു കേരളത്തിലെ എല്ലാ കുടുംബങ്ങളിലും സാധാരണ സംഭവിക്കുന്ന ഇതൊക്കെ തന്നെയാണ്. ഈ പെൺകുട്ടിയുടെ കാര്യം എടുത്തു പറയുകയാണെങ്കിൽ ആ കുട്ടിക്ക് ഗുണ്ടാ ബന്ധങ്ങളുണ്ട്. കൊലപാതക കുറ്റത്തിൽ കുട്ടി പ്രതിയാണ്. കൊലപാതക കേസിൽ മറ്റു പല ലഹരി കേസുകളിലും പ്രതിയാണ്. ഇവിടെ ഇപ്പോൾ ഈ ഒരു വീഡിയോയ്ക്ക് താഴെ വന്നൊരു കമന്റ് ആണ്, ഇനിയിപ്പോൾ കേരളത്തിലെ ഗുണ്ടകളെല്ലാം മാറിയിരിക്കട്ടെ, ഗുണ്ടികൾ കേരളം ഭരിക്കട്ടെ എന്നുള്ളത്. അത് യാഥാർത്ഥ്യമാണ്. ഇത് നമുക്ക് പറയുമ്പോൾ അതൊരു തമാശയെ നമുക്ക് തോന്നുമെങ്കിലും ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഈ പെൺകുട്ടിയെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഈ പെൺകുട്ടി കല്യാണം കഴിഞ്ഞ് ഭർത്താവുമായി പിരിഞ്ഞു നിൽക്കുകയാണ്. ഇപ്പോൾ അമ്മയുടെ കൂടെയാണെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. ബാക്കി കൂടുതൽ വിവരങ്ങളൊന്നും പെൺകുട്ടിയുടെ കുടുംബവുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിട്ടില്ല. ആ ഒരു വ്യക്തിയെ കുറിച്ച്, ഈ പറയുന്ന പ്രതിയെ കുറിച്ച് പറയുമ്പോൾ കഞ്ചാവ് കേസിൽ പ്രതിയായിരുന്നു, അക്രമ സ്വഭാവം ഇതിനു മുൻപും പല തവണകളിലായി കാണിച്ചിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു. പക്ഷെ ഒരിക്കലും സ്വന്തം അമ്മയുടെ നേർക്ക് ഇങ്ങനെ ചെയ്യുമെന്നുള്ള പ്രതീക്ഷയിലായിരിക്കില്ല അമ്മ മകളെ അവിടെ കൂടെ കൊണ്ടുവന്ന് നിർത്തി. ഈ അമ്മയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, അഫാന്റെ കേസിൽ അമ്മ പറഞ്ഞത് ഞാൻ കട്ടിലിൽ നിന്ന് നിലത്തേക്ക് വീഴുകയായിരുന്നു എന്നാണ് അവർ മൊഴി കൊടുത്തത്. പക്ഷേ ഈ പെൺകുട്ടിയുടെ അമ്മ തന്നെയാണ് പരാതി കൊടുത്തത്. ഈ പെൺകുട്ടി എന്നെ മർദ്ദിച്ചു എന്നും വാരിയലൊടിയാൻ കാരണം അവരാണ്, ആ പെൺകുട്ടിയാണ് എന്നും കേസ് കൊടുത്തിരിക്കുന്നു. അല്ലാതെ മറ്റവിടെ ഒരു ഓപ്ഷൻ ഇല്ല. ഇനി എന്ത് വിശ്വസിച്ച് ഈ പെൺകുട്ടിയെ കൂടെ നിർത്തും എന്നുള്ളതാണ്. ഭാര്യയിൽ തല്ലി തകർക്കുക എന്നൊക്കെ പറയുമ്പോൾ അതും സ്വന്തം അമ്മയുടേത്. മറ്റൊരു വ്യക്തിയുടേതാണെങ്കിൽ പോലും നമുക്കൊന്നും മനസാക്ഷി കൊണ്ട് നിരക്കാത്ത കാര്യങ്ങളാണ്. അപ്പോൾ പെൺകുട്ടികളെ കുറിച്ച് നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്, കല്യാണം കഴിഞ്ഞു കഴിയുമ്പോൾ പെൺകുട്ടിക്ക് അമ്മമാരുടെ വില എന്താണ് എന്നുള്ളത് പെൺകുട്ടികൾ കല്യാണത്തിന് ശേഷം മനസ്സിലാക്കുമെന്ന് പറയുന്ന ഒരു പഴഞ്ചൊല്ല് പൊതുവേ ഉണ്ട്. പക്ഷെ ആ പഴഞ്ചൊല്ല് പോലും തിരുത്തുന്ന ഒരു നിലയിലേക്കാണ് ഇവിടെ കാര്യങ്ങൾ പോയിരിക്കുന്നത്. കല്യാണം കഴിഞ്ഞ് ഭർത്താവുമായി മാറി താമസിക്കുന്നു, എന്നിട്ട് പോലും സ്വന്തം അമ്മയുടെ വേദന എന്താണെന്നോ അല്ലെങ്കിൽ അമ്മയുടെ സ്നേഹം എന്താണെന്നോ ഒന്നും തിരിച്ചറിയാൻ സാധിക്കാതെ, ഒരുപക്ഷെ ലഹരിക്ക് അടിമപ്പെട്ടത് കൊണ്ടായിരിക്കും ഇത്തരം വിഷയങ്ങളെല്ലാം നമ്മൾ സംസാരിച്ച് അവസാനിപ്പിക്കുമ്പോൾ എത്തി നിൽക്കുന്നത് ലഹരി എന്നൊരു വലിയൊരു ടോപ്പിക്കിലേക്ക് തന്നെയാണ്. എങ്ങനെയാണ് കേരളത്തിൽ ഇത്രയധികം ലഹരി സുലഭമായി തന്നെ കിട്ടുന്നത്? എങ്ങനെയാണ് ഇത് ലഭിക്കുന്നത്? ഇപ്പോൾ ആ കമന്റ് ബോക്സുകളിൽ നോക്കുകയാണെങ്കിലും അല്ലാതെ ഈ ലോക്കലി അന്വേഷിക്കുമ്പോഴും അറിയാൻ സാധിക്കുന്നത് ഈ കുട്ടി ലഹരിക്ക് അടിമയാണെന്നാണ്. എങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ പെൺകുട്ടികൾക്കെന്നല്ല ആൺകുട്ടികൾക്കും നമ്മുടെ കുട്ടികൾക്കെല്ലാം എങ്ങനെയാണ് ലഹരി എത്തുന്നത്? ഇതിനൊരു കൃത്യമായ ഗേറ്റ് കീപ്പിംഗ്, കൃത്യമായുള്ള ഒരു അന്വേഷണം ഒന്നും പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ലേ? ഇപ്പോൾ നമ്മൾ കാണുന്നുണ്ട്, ന്യൂസ് തുറക്കുകയാണെങ്കിൽ 10 കിലോ കഞ്ചാവ് പിടികൂടി പോലീസ്, വണ്ടിയിൽ നിന്ന് അത് പിടികൂടി എന്നൊക്കെ പറഞ്ഞ് വാർത്തകൾ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ഈ 10 കിലോ കഞ്ചാവ് ഒരു വശത്ത് നിന്ന് പിടികൂടുമ്പോൾ 100 കിലോ കഞ്ചാവ് മറ്റു വശത്ത് കൂടി പോകുന്നത് ഇവരറിയാത്തതോ? അതെ, ഇപ്പോഴും കുട്ടികൾക്ക് ഈ സാധനം കിട്ടുന്നു എന്നുള്ളത് വളരെ അലാമിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോഴും ആൾക്കുട്ടികൾക്ക് വളരെ സുലഭമായിട്ട് നമ്മളൊരു കടയിൽ പോയി 1 കിലോ പഴം മേടിക്കുന്നത് പോലെ അവർക്ക് MDMA കിട്ടുന്നു, കഞ്ചാവ് കിട്ടുന്നു. ഇതിനെല്ലാം എവിടെയാണ് തടയിടുന്നത്? ഇപ്പൊ പോലീസുകാർ ഈ ഡീലർമാരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിയതിനു ശേഷം കുറച്ചുപേരെ മാത്രം പിടികൂടി കുറച്ചുപേരെ വെറുതെ വിടുന്ന സമീപനമാണോ ഇപ്പോൾ ഉള്ളത്? നമുക്കൊക്കെ ഒരു സാധാരണ സാഹചര്യത്തിൽ നമുക്കറിയാം ഇതൊക്കെ തന്നെയാണ് ഇവിടെ നടക്കുന്നത്. ഇതിനൊക്കെ ഒരു തടയിട്ടാൽ മാത്രമേ
ഈ പറഞ്ഞ കുറെ ക്രൈമുകൾ കുറയാൻ കാരണമുള്ളൂ. ഇപ്പൊ അല്ല ഇവിടെ അതെ കേരളത്തിൽ ഈ പറയുന്ന ലഹരി ഉപയോഗിക്കുന്നവരെയാണ് പോലീസ് പിടിക്കുന്നത്. അതായത് ചെറിയ അളവുകളിൽ കയ്യിൽ വെച്ചുകൊണ്ട് ചെറിയ രീതിയിൽ റീറ്റെയിൽ കച്ചവടം നടത്തിക്കൊണ്ട് അല്ലെങ്കിൽ സ്വന്തമായി ഉപയോഗിക്കുന്നവരെയാണ് പോലീസ് പിടികൂടുന്നത്. ഇതിന് പിന്നിൽ വലിയൊരു മാഫിയുണ്ട്. ഹോൾസെയിൽ ആയിട്ട് കച്ചവടം നടത്തുന്ന വലിയൊരു മാഫിയ, വലിയ ഡീലർമാരുണ്ട്. പക്ഷെ അവരെയൊന്നും ഈ പറയുന്ന പോലീസ് കാണാത്തതാണോ, അല്ലെങ്കിൽ ഈ പറയുന്ന മാഫിയകളുടെ പിന്നിലേക്ക് കൂടുതൽ അന്വേഷിച്ചു പോകുമ്പോൾ നമ്മൾ എത്തിപ്പെടുന്നത് ഏതെങ്കിലും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ പേരിനടുത്തായിരിക്കണം. സ്വാഭാവികമായി ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപ് കൊച്ചിയിൽ ഇത്തരത്തിൽ സ്പാ സെന്ററുകളിൽ നടക്കുന്ന അനാശാസ്യ പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള വീഡിയോ നമ്മൾ തന്നെ ചെയ്തിരുന്നു. ആ ഒരു സ്പായുടെ പിറകെ പോയപ്പോൾ അതിന്റെ ഉടമസ്ഥതയിലുള്ളത് ഉടമസ്ഥന്മാരിൽ പലരും പോലീസുകാരാണ് എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. ഇത്തരത്തിൽ പോലീസുകാർ തന്നെ ഇത്രയും ക്രൈമിൽ ഇറങ്ങിപ്പുറപ്പെടുമ്പോൾ അവർക്ക് കിട്ടാൻ പോകുന്ന ശിക്ഷ ഇത്രത്തോളം ആയിരിക്കുമെന്ന് കൃത്യമായ ബോധ്യം അവർക്കുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ എന്ത് പറഞ്ഞാലും സംസ്ഥാന സർക്കാരിന്റെ തലയിൽ എത്തിക്കുന്നു എന്നുള്ളതല്ല ഇതിന്റെ പിന്നിൽ. അതിപ്പോൾ അടുത്ത ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ആയിരിക്കും വിജയിക്കുക എന്നുള്ളത് നമുക്ക് ഏറെക്കുറെ വ്യക്തമായ ഒരു കാര്യമാണ്. ഇപ്പോൾ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ പോലും ഇതേ കാര്യങ്ങൾ അടുത്ത 6 മാസത്തിൽ നമ്മൾ വീണ്ടും ചർച്ച ചെയ്യും. അപ്പോഴും ഈ പറയുന്ന ലഹരികൾ കുറയുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അത് ചർച്ചാ വിഷയമാക്കുകയും ചെയ്യും. അതിപ്പോ ഇനി ഒരു 10-15 കൊല്ലം കഴിഞ്ഞ് BJP ഭരിക്കാനിടയെ വന്നാലും നമ്മൾ ഇത് തന്നെ സംസാരിക്കും. കാരണം ലഹരി ഉപയോഗം കേരളത്തിൽ അത്രത്തോളം കൂടി വരുന്നുണ്ട്. കുറയുന്ന ഒരു സാഹചര്യം ഒരിക്കലും ഇവിടെ ഉണ്ടാകുന്നില്ല, കൂടുന്നുണ്ട്. അതിനനുസരിച്ച് ക്രൈം കൂടുന്നുണ്ട്, ക്രൈം റേറ്റ്സ് കൂടുന്നുണ്ട്. ഇപ്പോൾ ലഹരിയുടെ സ്വാധീനത്തിലാണ് പല ക്രൈമുകളും നടക്കുന്നത്. നമ്മൾ കാണുന്നുണ്ട് ഈ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ആൾക്കാർ പോലും റോഡിൽ കിടന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന, മദ്യപിച്ചും അല്ലാതെയും ഈ രാസലഹരി ഉപയോഗിച്ചും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന നമ്മൾ കാണുന്നുണ്ട്. ഇതെല്ലാം വലിയൊരു രീതിയിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ അഫക്ട് ചെയ്യുന്നുണ്ട്. അവരതിൽ ഇൻഫ്ലുവൻസ്ഡ് ആകുന്നുണ്ട്, അവർക്കും ഇത് ഉപയോഗിക്കാനുള്ള തോന്നൽ ഉണ്ടാകുന്നുണ്ട്. ഇതെല്ലാം മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം സംസാരിക്കുന്നത്. അത് ഇത്രയും വലിയ ക്രൈമുകൾ ചെയ്യുമ്പോൾ നമ്മൾ പറയേണ്ട പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഒരു സമയത്ത് ഇതൊക്കെ ചെയ്താൽ ജയിലിൽ പോയി കിടക്കേണ്ടി വരുമെന്നുള്ള ഭയം പലർക്കും ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ആ ഭയം പോലും പൂർണ്ണമായും ഇല്ലാതെയാകുന്ന ഒരു സാഹചര്യമാണ്. അതിനു മുകളിൽ വെക്കാൻ സാധിക്കുന്നത് ജയിലിൽ കൂലി കൂട്ടി എന്നുള്ളതാണ്. ഇപ്പോൾ ഈ പറയുന്ന വാർത്തകൾ വരുമ്പോഴെല്ലാം തന്നെ എല്ലാ വാർത്തകളുടെയും താഴെ ഈ ക്രൈമുകളുടെ താഴെ വരുന്ന കമന്റുകളിൽ അല്ലെങ്കിൽ ട്രോൾ പേജുകളിൽ നിറയുന്ന ഒരു കാര്യമാണ്, ഇനിയിപ്പോൾ പുറത്ത് പണിയെടുത്ത് ജീവിക്കുന്നത് എന്തിനാണ്, ജയിലിനകത്ത് പോയാൽ ഭക്ഷണവും താമസവും ഫ്രീ ആണ്, പണിയെടുക്കുന്ന പൈസ നമുക്ക് കിട്ടുമല്ലോ എന്ന് പറയുന്ന ഒരു നിലയിലേക്ക് ജനങ്ങളുടെ മനസ്സ് ചിന്തിച്ചു തുടങ്ങി എന്നുള്ളതാണ്. എന്ത് തന്നെയാണെങ്കിലും സംസ്ഥാന സർക്കാർ ഇനിയും ശ്രദ്ധ ചെലുത്തിയില്ലെങ്കിൽ നമ്മുടെ കേരളത്തിന്റെ പോക്കിനി ഇതെങ്ങോട്ടായിരിക്കും എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമായി തന്നെ നിലനിൽക്കും എന്നുള്ളതാണ്.